അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെന്നാ മാരണത്തെക്കുറിച്ച് പറയാം അല്ലേ? രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഈ മാരണം എന്ന് പറഞ്ഞാൽ ചിലർക്കത് വല്ലാത്തൊരു ഹരം തന്നെയാണ്. അതിൽ വീണു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും ഊരി വലിച്ചെടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ വീണവർ മറ്റുള്ളവരെ കൂടി ഇങ്ങനെ വീഴ്ത്താനായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഉമ്മയുടെ കഥയാണ്. ആ ഉമ്മാക്ക് 2 പെൺമക്കളാണ്. വാപ്പ ചെറുപ്പം മുതലേ ഈ മക്കളെ നോക്കാതെ പണിക്ക് പോകാതെ ഇരുന്നു. പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി അയാളുടെ കാര്യങ്ങളൊക്കെ നടത്തി വരും. അങ്ങനെ ഉമ്മയുമായി പിണക്കത്തിലായി. അങ്ങനെ ഉമ്മയെയും മക്കളെയും പിരിഞ്ഞ് അയാളുടെ വഴിക്ക് പോയി. അങ്ങനെ ഉമ്മ 2 പെൺമക്കളെ നോക്കാനുള്ള കഷ്ടപ്പാടിലാണ്. സമ്പത്തൊന്നുമില്ല. അടുത്ത വീടുകളിലൊക്കെ പോയി പണിയെടുത്ത് വരും. എന്നിട്ട് ഈ മക്കളെ ഇങ്ങനെ നോക്കും. അങ്ങനെ വളർന്ന് മക്കൾ കെട്ടിക്കേണ്ട പ്രായമായി. കെട്ടിക്കാൻ പ്രായമായിട്ടും അവർക്ക് സമ്പത്തില്ലാത്തതിനാൽ എങ്ങനെ അവർ കെട്ടിച്ചയക്കും എന്ന് വിഷമിച്ച് 5 നേരവും നിസ്കരിച്ചിരുന്നു അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. അള്ളാഹു എന്നെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കും എന്ന് ഈമാനോടുകൂടി ആ സ്ത്രീ ചിന്തിച്ചു. അതിനിടക്കാണ് അടുത്ത വീട്ടിലെ ഒരു താത്ത അങ്ങോട്ടെത്തുന്നത്. നിസ്കരിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഇത്തയുടെ അടുത്തേക്ക് ആ പെണ്ണ് വന്നുകൊണ്ട് പറയാണ്, അല്ല താത്ത, നിങ്ങളെന്തിനിങ്ങനെ എന്നും ഇങ്ങനെ ഇരുന്ന് കരയണേ? ഇന്നും നിങ്ങളെ മോളെ കെട്ടിക്കാത്തതിൻ്റെ വിഷമാണോ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട. നിങ്ങൾ എന്നെ കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് വാ. നമുക്ക് പറ്റിയൊരു ഉസ്താദുണ്ട്. ആ ഉസ്താദിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ നമ്മളെ മോളെ സന്തോഷമായിട്ട് കെട്ടിച്ചയക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദ് കാണിച്ചു തരും. ഉസ്താദിന് എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ മതി. ഉസ്താദ് കാശൊന്നും ചോദിക്കൂല, എന്നാലും നമ്മുടെ സന്തോഷത്തിനായിട്ട് എന്തെങ്കിലും ഉസ്താദിനൊന്ന് കൊടുക്കണം, അത്രേ ഉള്ളൂ. നിങ്ങൾ വായോ എന്നെ കൂടെ. വേണ്ട സുലൈക്ക, ഞാനില്ല. കാരണം ഈമാൻ തെറ്റിയ വഴിക്കൊന്നും ഞാനില്ല. പടച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് പടച്ചവൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കും. അങ്ങനെ വിശ്വസിക്കുന്നവളാണ് ഞാൻ. നിങ്ങൾ പറയണത് കേൾക്ക് താത്ത. പടച്ചവൻ തന്നെയാണ് ഈ വഴി നമ്മളെ കാണിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഉസ്താദ് നമുക്ക് നല്ല വഴികളെ പറഞ്ഞു തരും, ഖുർആൻ ഓതാനും മറ്റൊക്കെ. അപ്പോൾ നമുക്കതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തായാലും ഒന്ന് വാ, നിങ്ങളെ മക്കളെ കാര്യം ചിന്തിച്ചെങ്കിലും വാ. അങ്ങനെ ഒരു ദിവസം ആ ഇത്തയെയും കൂട്ടി ഈ പെണ്ണ് പോവുകയാണ്. കയ്യിലുള്ള പൈസ ഒക്കെ ചുരുട്ടിപ്പിടിച്ച് ഉസ്താദിൻ്റെ അടുത്തേക്ക് വേണ്ടിയുള്ള യാത്ര. അവിടെ ചെന്നപ്പോൾ പല ജാതിക്കാരും പല മതക്കാരും പല നാട്ടുകാരുമുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളും വർണ്ണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നിങ്ങളെന്താ വന്നേ? ഇത്തയെ നോക്കി ഒരു താത്ത പറഞ്ഞു, നമ്മളെ മോളെ കെട്ടിക്കാൻ വേണ്ടി വന്നതാ. കെട്ടിക്കാനൊരു മാർഗവും ഇല്ല. ഉസ്താദിൻ്റെ അടുത്ത് വന്നാൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് ഇവർ പറഞ്ഞപ്പോഴാണ് നമ്മൾ വന്നത്. ശരിയാ, ഒരു വിഷമവും വിചാരിക്കേണ്ട. എനിക്കും ഉണ്ടായിരുന്നു ഒരു മോള്. കെട്ടിക്കാൻ 35 വയസ്സായിട്ടും ആരും വന്ന് നോക്കിയിരുന്നില്ല. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്വദേശിയാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഉസ്താദ് ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഇത്ര വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കും വേണ്ടേ വിശ്വാസം? അങ്ങനെയാണ് ഞാനിവിടെ എത്തപ്പെട്ടത്. എന്തായാലും എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ സന്തോഷമായി ജീവിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ മോളുടെ കല്യാണം കഴിഞ്ഞതെന്നും എങ്ങനെയാണ് ഉസ്താദ് അവരെ വലയിൽ കുടുക്കിയതെന്നും നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടും കണ്ടും മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.